Today we study about this, these. ഏതൊക്കെയാണ്? This, these. നമ്മൾ ഏതൊക്കെയാണ് പഠിക്കുന്നത്? This, these. അല്ലേ? Thisഉം thesഉം തമ്മിലുള്ള മാറ്റം എന്താ? ഒരെണ്ണമുള്ളുവെങ്കിൽ this എന്ന് പറയും. ഒരുപാടുണ്ടെങ്കിൽ these എന്ന് പറയും. ഒരെണ്ണമുള്ളുവെങ്കിൽ this എന്ന് പറയും. ഒരുപാടുണ്ടെങ്കിൽ these എന്ന് പറയും. ഒരെണ്ണമുള്ളുവെങ്കിൽ this എന്ന് പറയും. ഒരുപാടുണ്ടെങ്കിൽ എന്ത് പറയും? these എന്ന് പറയും. മനസ്സിലായോ? Today we study these, 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 these. ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വേർഡ്സ്? This, these. എന്താണ് thisഉം theseഉം തമ്മിലുള്ള മാറ്റം എന്താണ്? നമ്മൾ this പഠിച്ചു, that പഠിച്ചു. This എന്ന് പറഞ്ഞാൽ ഇത് എന്നും that എന്ന് പറഞ്ഞാൽ അത് എന്നും നമ്മൾ പഠിച്ചു. This എന്ന് പറഞ്ഞാൽ ഇത്, ഇത് നമ്മുടെ അടുത്താണ് this അല്ലേ? അപ്പോ this എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പഠിച്ചു. That എന്ന് പറഞ്ഞാൽ അത്, ദൂരെ അല്ലേ? That എന്ന് പറഞ്ഞാല് ദൂരെ ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? That, അത് എന്ന് പറയും. അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയും? This, നമ്മുടെ അടുത്താണെങ്കിൽ this, ഇത് എന്ന് പറയും. ഇനി ഇന്ന് പഠിക്കുന്നത് എന്താണ്? Thisഉം theseുമാണ്. അതിനൊക്കെ തമ്മിൽ എന്താ മാറ്റം? Thisഉം theseും. നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഉള്ളെങ്കിൽ എങ്ങനെയാ പറയാ? ഒരെണ്ണമാണെങ്കിൽ എന്താ പറയാ? This. ഒരു പെന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? This is a pen. എങ്ങനെയാ പറയാ? നമ്മൾ പഠിച്ചില്ലേ? This is a pen. നമ്മുടെ അടുത്ത് ഒരു കാർ ഉള്ളെങ്കിൽ എന്താ പറയാ? This is a car. This is a car. എല്ലാവരും ഇതിന്റെ കൂടെ പറയുന്നുണ്ടല്ലേ? പഠിച്ച കാര്യം എല്ലാവരും പഠിച്ചു അല്ലേ? പറയുന്നുണ്ട്. ഇനി ഒരു hen ഉള്ളെങ്കിൽ എന്താ പറയാ? This is a hen. This is a hen എന്ന് പറയും. അപ്പൊ ഇനി എന്താ these എന്ന് പറഞ്ഞാല്? These എവിടെയാ വെക്കുക? എവിടെയാ നമ്മൾ these എന്ന് ചേർക്കുക? ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അതായത് these എന്ന് പറഞ്ഞാൽ ഇവ, ഇവ, ഇവ എന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് പറയാ അല്ലേ? ഒരു പെണ്ണുണ്ടെങ്കിൽ നമ്മൾ ഇത്, ഇത് ഒരു പെണ്ണാണെന്ന് പറയും. ഒന്നിൽ കൂടുതൽ പെണ്ണുകൾ ഉണ്ടെങ്കിൽ എന്താ പറയാ? ഇവ പെണ്ണുകളാണ് എന്ന് പറയും. എങ്ങനെയാ പറയാ? ഇവ പെണ്ണുകളാണ് എന്ന് പറയാം. ഇനി ഒരു ഫ്ലവർ ഉള്ളെങ്കിൽ എന്താ പറയാ? ഇത് ഒരു ഫ്ലവർ ആണെന്ന് പറയും. ഇത് ഒരു ഫ്ലവർ ആണ് എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്താ പറയാ? ഇവ ഫ്ലവേഴ്സ് ആണെന്ന് പറയും. ഇവ, ഇവ എന്നാ പറയാ. ഇത് എന്ന് നമ്മൾ പറയില്ല. ഇവ, ഇവ ഫ്ലവേഴ്സ് ആണ്, ഇവ പൂക്കളാണ് എന്ന് പറയും അല്ലേ? യെസ്. മിസ്സിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കപ്പുണ്ട് അല്ലേ? ഒരു കപ്പേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ? This is a cup. എങ്ങനെയാ പറയാ? This is a cup. ഇനി ഒന്നിൽ കൂടുതൽ കപ്പുകളുണ്ട്. അപ്പൊ എങ്ങനെയാ പറയാ? This എന്നല്ല, അപ്പൊ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? These. എന്താ പറയാ? These. എങ്ങനെയാ പറയാ? These. അപ്പോ these എന്ന് പറയുമ്പോ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ? ഒന്നിൽ കൂടുതലുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്. These എന്ന് പറയുമ്പോ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ എങ്ങനെയാ പറയാ? These, these എന്ന് പറയും. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? This എന്ന് വരുമ്പോ ഒരെണ്ണം ഉള്ളുവെങ്കിൽ this കഴിഞ്ഞിട്ട് എന്താ എഴുതുക? Is എന്ന് എഴുതും. This കഴിഞ്ഞിട്ട് is എന്ന് എഴുതും.
ദിസ് കഴിഞ്ഞിട്ട് ഏതാ എഴുതുക? ഈസ്. ഒബ്ജക്റ്റ് ഈസ് വൺ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ദിസ് ഈസ്. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുക? ദിസ് എന്നാണോ? അല്ല, ദീസ്. എങ്ങനെയാ പറയാ? ദീസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കുക? ദീസിന്റെ കൂടെ ഒരിക്കലും ഈസ് വരില്ല. എന്താ ശ്രദ്ധിക്കേണ്ടത്? ദീസിന്റെ കൂടെ ഈസ് എന്ന് വരില്ല. ദിസ് ഈസ് എന്ന് പറയുക ഒരെണ്ണം ഉള്ളപ്പോഴാണ്. ദിസ് ഈസ്. ദിസ് ഈസ്. ദീസിന്റെ കൂടെ എന്താ വരിക? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ദീസിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ആർ. എന്ത് ചേർക്കണം? ആർ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ്? എ ആർ ഇ. എന്താണ് സ്പെല്ലിംഗ്? എ ആർ ഇ. അപ്പോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദിസ് എന്ന് വരുമ്പോ ദിസിന്റെ കൂടെ എന്താണ് ചേർക്കുക? ഈസ്. ഒരെണ്ണം ഉള്ളുവെങ്കിൽ ദ ഒബ്ജക്റ്റ് ഈസ് വൺ. ഒരെണ്ണം ഉള്ളുവെങ്കിൽ ദിസ് എന്ന് എഴുതണം. ദിസിന്റെ കൂടെ എപ്പോഴും എന്തേ വരുള്ളൂ? ഈസ്. എന്താണ് വരിക ദിസിന്റെ കൂടെ? ഈസ്. ഇനി ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദിസ് എന്നാണോ വരിക? നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്താ വരിക? ദീസ്. എങ്ങനെയാ പറയാ? ദീസ്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ദീസിന്റെ കൂടെ ഒരിക്കലും ഈസ് വരില്ല. ദീസിന്റെ കൂടെ ഒരിക്കലും ഈസ് വരില്ല. എന്താ വരിക? ആർ. എ ആർ ഇ. ആർ. ദീസിന്റെ കൂടെ എന്താ വരിക? ആർ. എന്താ വരിക? ആർ. ദിസിന്റെ കൂടെ ഈസ് എന്ന് വരും. ദീസിന്റെ കൂടെ ആർ എന്ന് വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരെണ്ണം, ദ ഒബ്ജക്റ്റ് ഈസ് ഓൺലി വൺ. ഒരെണ്ണം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ദിസ് ഈസ് എന്ന് പറഞ്ഞ് ആ വസ്തുവിന്റെ നെയിം നമ്മൾ പറയുന്നു, അല്ലെ? ഒരു പെന്നുള്ളുവെങ്കിൽ ദിസ് ഈസ് എ പെൻ. ഒരു പെന്നുള്ളുവെങ്കിൽ ദിസ് ഈസ് എ പെൻ എന്ന് നമ്മൾ പറയുന്നു. ഇതിൽ കൂടുതൽ പെന്നുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ദീസ് ഈസ് എന്നാണോ വരിക ദീസിന്റെ കൂടെ? അല്ല. എന്താ വരിക? ആർ. ദീസ് ആർ. ഇനി പെന്ന് ഒന്നാണോ? അല്ല. എത്ര പെന്നുകളുണ്ട്? ഒന്നിൽ കൂടുതൽ പെന്നുകളുണ്ട്. അപ്പൊ നമ്മൾ പെൻ എന്നാണോ എഴുതുന്നത്? അല്ല, പെൻസ്. എന്തെഴുതണം? പെൻസ്. അപ്പൊ എങ്ങനെയാ വരിക? These are pens. These are pens. എങ്ങനെയാ പറയാ? നമ്മുടെ കയ്യിൽ ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഒരെണ്ണം ഉള്ളുവെങ്കിൽ നമ്മൾ this is എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ആ ഒബ്ജക്റ്റിന്റെ നെയിം പറയണം. ഒരെണ്ണം ഉള്ളുവെങ്കിൽ this is എന്ന് പറഞ്ഞ് ആ ഒബ്ജക്റ്റിന്റെ നെയിം പറയണം. നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ദിസ് എന്നാണോ? അല്ല, ദീസ്. ദീസിന്റെ കൂടെ എപ്പോഴും എന്താ വരിക? ഈസ് ആണോ? അല്ല, ദീസിന്റെ കൂടെ ആർ. എന്താ വരിക? ദീസിന്റെ കൂടെ ആർ. അപ്പൊ എങ്ങനെയാ പറയാ? ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ദീസ് ആർ എന്ന് എഴുതിയിട്ട് അതിന്റെ കൂടെ നമുക്ക് തന്ന ഒബ്ജക്റ്റിന്റെ നെയിം എഴുതിയിട്ട് അതിന്റെ കൂടെ എസ് കൂടി ചേർക്കണം. അപ്പോഴല്ലേ ഒരുപാടാവുക. നമ്മുടെ വണ്ണും മിനിയും പഠിച്ചതല്ലേ? വണ്ണുണ്ടെങ്കിൽ എസ് ചേർക്കാൻ പറയും. ഒന്ന് കൂടുതലുണ്ടെങ്കിൽ എസ് ചേർത്തിട്ട് പറയും. അത് നമ്മൾ പഠിച്ച കാര്യമാണ്, അല്ലേ? വൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ നെയിം മാത്രം പറയും. മെനി ഒബ്ജക്ട്സ് ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ നെയിമിന്റെ കൂടെ എസ് കൂടി നമ്മൾ ചേർക്കും, അല്ലേ? അതെ.
Everybody take your textbook. Take the page number 26. Listen. കണ്ടോ എല്ലാവരും? ദിസും കണ്ടില്ലേ? എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ എന്തൊക്കെ കാണാം? 1 hen. ഹെന്നെ 1 ഉള്ളൂ. ഇതെന്താ? എന്താ ഈ കാണുന്നത്? 6. കോഴിക്കുഞ്ഞിന് എന്താ പറയാ? 6 എന്ന് പറയും. അപ്പോ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പോ 1 അല്ല, many ആണ് അല്ലേ? many ആണെങ്കിൽ these എന്നല്ലേ നമ്മൾ പഠിച്ചത്? many ആണെങ്കിൽ these. these വരുമ്പോ these കൂടെ എന്താ വരിക? is ആണോ are ആണോ? are. വെരി ഗുഡ്. these കൂടെ are. ഇനി ഇത് ഒരെണ്ണമല്ല, ചിക്ക് എന്ന് പറഞ്ഞാൽ പോരാ. എന്താ പറയാ? chicks. these are chicks. എങ്ങനെ പറയാ? these are chicks. ഇത് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും this is a hen. എന്താ പറയാ? this is a hen. ഒന്നിൽ കൂടുതലുണ്ട് chicks. അപ്പൊ എങ്ങനെ പറയാ? these കൂടെ are. ഇനി ചിക്കൻ എഴുതിയാ മതിയോ? അല്ല, ചിക്കിന്റെ കൂടെ s കൂടി ചേർക്കണം. അപ്പൊ എങ്ങനെ പറയാ? chicks. എങ്ങനെ പറയാ? these are chicks. Okay. The next one is lock. lock കണ്ടിട്ടില്ല എല്ലാവരും? yes. അപ്പോ 1 lock അല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ പറയാ? എല്ലാവരും പറഞ്ഞേ. മിസ് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞേ. 1 lock ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? പറയൂ. this is a lock. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു. എന്റെ കുട്ടികൾ എല്ലാവരും പറഞ്ഞു. this is a lock. this is a lock. വെരി ഗുഡ്. ഇനി what is this? ഇതെന്താ? keys ആണ്. 1 2 3 4 5 6 കീകളുണ്ട് അല്ലേ? 1 കീ അല്ല, 6 കീകളുണ്ട്. അപ്പൊ നമ്മൾ കീ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. നമ്മൾ കീയുടെ കൂടെ s കൂടി ചേർക്കണം. അപ്പൊ എങ്ങനെയാ പറയാ? keys. എങ്ങനെയാ പറയാ? keys. എന്നിട്ടോ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ this എന്നാണോ these എന്നാണോ പറയാ? these. വെരി ഗുഡ്. these കൂടെ is ആണോ are ആണോ വരിക? these കൂടെ is എന്നാണോ are എന്നാണോ എഴുതേണ്ടത്? ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ are. എന്താ എഴുതേണ്ടത്? are എന്ന് എഴുതണം. അപ്പൊ these are keys. key എന്ന് പറയാൻ പാടില്ല. keys. ഒന്നിൽ കൂടുതലുണ്ട്. many object ആണ് അല്ലേ? many object ആവുമ്പോ these are keys. മനസ്സിലായില്ലേ? what is next? jug അല്ലേ? jug എത്രയുണ്ട്? എത്ര jug ഉണ്ട്? എത്രയാ? 1. അപ്പൊ എങ്ങനെയാ പറയാ? this is a jug എന്ന് പറയും. എങ്ങനെയാ പറയാ? this is a jug എന്ന് പറയും. ഇനി ഇതാരൊക്കെയാ ഇരിക്കുന്നേ? ഇവിടെ ആരൊക്കെയാ? 1 2 3 4. how many cups? എത്ര കപ്പുകളുണ്ട്? 4 കപ്പുകളുണ്ട്. 4 കപ്പുകളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? 4 കപ്പുകളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? this എന്നാണോ? many object ആവുമ്പോൾ these. many object ആവുമ്പോൾ these. അപ്പൊ ഇവിടെ നോക്കൂ. these കൂടെ is ആണോ are ആണോ വരിക? these കൂടെ is എന്നാണോ are എന്നാണോ എഴുതേണ്ടത്? many object ആവുമ്പോൾ are എന്ന് എഴുതണം. these are. ഇനി 1 cup ആണോ? അല്ല,
അല്ല, മെനി ഉണ്ട്. അപ്പൊ എന്താ പറയാ? കപ്സ്. അപ്പൊ ഇതെങ്ങനെ ചേർത്ത് പറയാ? ദീസ് ആർ കപ്സ്. എങ്ങനെയാ പറയുന്നത്? ദീസ് ആർ കപ്സ്. ദീസ് ആർ കപ്സ്. അടുത്തത് എന്താ? ദിസ് ഈസ് എ ബാഗ്. മിസ് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞു അല്ലേ? എങ്ങനെയാ പറയാ? വൺ ബേഗേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ദിസ് ഈസ് എ ബാഗ്. എങ്ങനെയാ പറയാ? ദിസ് ഈസ് എ ബാഗ് എന്ന് പറയും. ഇനി അതിന്റെ താഴെ ആരൊക്കെ ഇരിക്കുന്നേ? 1 2 3 4 5 6 ബുക്കുകളുണ്ട്. എത്ര ബുക്കുകളാ? 6 ബുക്കുകളുണ്ട്. അപ്പൊ ബുക്ക് എന്നാണോ പറയാ? 1 ബുക്ക് അല്ല, മെനി ബുക്സ് ഉണ്ടെങ്കിൽ എന്താ പറയാ? ബുക്കിന്റെ കൂടെ എസ് ചേർത്ത് എങ്ങനെയാ പറയാ? ബുക്സ് എന്ന് പറയണം. മിസ്സിന്റെ കുട്ടികൾക്കൊക്കെ അറിയാം, ബുക്കിന്റെ കൂടെ എസ് ചേർത്താൽ ബുക്സ്. ഇനി മെനി ഒബ്ജക്റ്റ് ആവുമ്പോ ദിസ് എന്നാണോ ദീസ് എന്നാണോ വരിക? നമ്മളുടെ അടുത്ത് മെനി ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ദിസ് എന്നാണോ ദീസ് എന്നാണോ വരിക? ദീസ്. ദീസിന്റെ കൂടെ എപ്പോഴും ഈസ് ആണോ ആറാണോ ചേർക്കുന്നത്? ദീസിന്റെ കൂടെ മെനി ഒബ്ജക്റ്റ് ആണെങ്കിൽ ആർ, വൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈസ്. അത് നമ്മൾ പഠിച്ചു. മെനി ഒബ്ജക്റ്റ് ആണെങ്കിൽ ആർ. അപ്പൊ എന്താ പറയാ? ദീസ് ആർ ബുക്സ്. മെനി ഒബ്ജക്റ്റ് ആണ്, മെനി ബുക്കുകൾ ഉണ്ട്. അപ്പൊ എങ്ങനെയാ പറയാ? ദീസ് ആർ ബുക്സ്. എങ്ങനെയാ പറയുന്നത്? ദീസ് ആർ ബുക്സ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മുടെ അടുത്ത് ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ എങ്കിൽ നമ്മൾ ദിസ് ഈസ് എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ആ ഒബ്ജക്റ്റിന്റെ നെയിം എഴുതും അല്ലേ? നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ദീസ് എന്ന് എഴുതും. ദീസ് എന്ന് നമ്മൾ എപ്പോഴാ പറയുക? നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉള്ളപ്പോ ദീസ് എന്ന് പറയും. ദീസിന്റെ കൂടെ ഒരിക്കലും ഈസ് ചേർക്കാൻ പാടില്ല. ഇതിന്റെ കൂടെയാണ് ഈസ് എന്ന് ചേർക്കുക. ദീസിന്റെ കൂടെ എപ്പോഴും ആർ ആണ് വരുന്നത്. ദീസിന്റെ കൂടെ ആർ ആണ് വരുന്നത്. നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ദീസ് എന്ന് പറഞ്ഞ് ദീസിന്റെ കൂടെ ആർ എന്ന് ചേർത്ത് നമ്മുടെ അടുത്തുള്ള ഒബ്ജക്റ്റിന്റെ പേര് എഴുതണം. ഒബ്ജക്റ്റിന്റെ നെയിം എഴുതണം. അത് മെനി ഒബ്ജക്റ്റ് ആണ്. അപ്പോഴാണല്ലോ നമ്മൾ ദീസ് ചേർക്കുന്നത്. ദീസ്. ദീസിന്റെ കൂടെ ആർ എന്ന് എഴുതി ഒബ്ജക്റ്റിന്റെ നെയിം എഴുതി അതിന്റെ കൂടെ എസ് എന്ന് കൂടി ചേർക്കണം. ദീസ്. ദീസിന്റെ കൂടെ ആർ ആണ് ചേർക്കുക. ആർ എന്ന് എഴുതി തന്നിട്ടുള്ള ഒബ്ജക്റ്റിന്റെ നെയിം എഴുതി അതിന്റെ കൂടെ എസ് എന്ന് ചേർക്കണം. ദീസ് ആർ എന്ന് ചേർത്ത് ഒബ്ജക്റ്റിന്റെ നെയിം എഴുതി എസ് കൂടെ ചേർത്തിട്ട് പറയണം. ദീസ് ആർ പെൻസ്. ദീസ് ആർ പോട്ട്സ്. ദീസ് ആർ ഫ്ലവേഴ്സ്. ദീസ് ആർ ആപ്പിൾസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.